രാം നാരായണം രാം. ഈ ലോകത്തിൽ ജീവശക്തിയിൽ നിലനിൽക്കുന്ന ശക്തി എല്ലാ അണുവുകളിലും പരമാണുക്കളിലും ഒരേ ശക്തിയാണെന്ന് നാം കാണുന്നു. ഈ മുഴുവൻ തത്വത്തെ, വസ്തുവിന്റെ സത്യത്തെയും അറിയുന്നവനായി മുന്നേറുക തന്നെ നമ്മുടെ ദൗത്യമാണ്. ഈ തത്വത്തെ അറിയുക, അതിനെ സ്വയം ജാഗ്രതപ്പെടുത്തുക തന്നെ ഏറ്റവും വലിയ സേവനമാണ്. തത്വം പുഴുക്കളായി, പഴങ്ങളായി അതിന്റെ ഉള്ളിൽ വികസിച്ചു ലോകത്തിന് ഉള്ളിലെ ശക്തി അറിയിപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും ദിശാനിർദ്ദേശത്തിന് ആവശ്യമില്ല. നയതന്ത്രത്തെക്കുറിച്ചുള്ള ദിശാനിർദ്ദേശങ്ങൾ ഓരോ വഴിയും വിളിക്കുന്നതോ പിന്നെ എല്ലാവിധം തമ്മിലുള്ള പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ ബോധം വരുമ്പോൾ ദേശപ്രേമം സ്വയം ഉദിക്കും. തത്വനയം എന്നതാണ്. അതിൽ ആരും ഒന്നും പറയേണ്ടി വരില്ല. അത് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് നയിക്കും. ഇതിന്റെ വരവോടെ വിവേചനമില്ലാതാകും, ഐക്യം ഉയരും. അങ്ങനെ മക്കളെയും സഹോദരങ്ങളെയും ഞങ്ങൾ നമ്മുടെ സ്വന്തം എന്ന് കാണുമ്പോൾ എല്ലാവരെയും അങ്ങനെ കാണാനാകും. മറ്റുള്ളവരുടെ ഉള്ളിൽ പാശ്ചാത്യ ബോധം ഇല്ലാതാകും. ഈ തത്വത്തെ എവിടെത്താനും മനസ്സിലാക്കുന്നത് നമ്മെ ഒരേ ഭൂമിയുടെ മക്കളായി ഉള്ളതായി തിരിച്ചറിയാൻ സഹായിക്കും. അപ്പോൾ ഐക്യം ഉണ്ടാകും. എല്ലാ ജീവികളിലും ഒരു തത്വത്തിന്റെ വികസനത്തോടെ വിവേചനഭാവം ഇല്ലാതാകും. ഈ തത്വത്തെ മനസ്സിലാക്കുന്നതിനായി എത്രത്തോളം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ചരിത്രത്തിലെ മഹാന്മാർ ഈ സത്യത്തെ തുറന്നിടാൻ നിരവധി ശ്രമങ്ങൾ നടത്തി. സത്യം എല്ലായിടത്തും നമുക്ക് ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നു. വേദമന്ത്രം നമ്മുടെ ഉള്ളിൽ തന്നെ പിണഞ്ഞിരിക്കുന്നു. അത് അറിയുകയും അഭ്യാസം ചെയ്യുകയും ചെയ്യേണ്ടതാണ്.